വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരിതബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്കാണ് പുനരധിവാസത്തിലെ പ്രധാന വെല്ലുവിളിയെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയൊഴിച്ചു നൽകിയ 772 കോടി രൂപയുടെ വലിയൊരു തുക ഉണ്ടായിരുന്നിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ടു പോയില്ലെന്നത് നിരാശാജനകമാണ്. ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. നിയമപരമായ തടസ്സങ്ങളും കാലാവസ്ഥ പ്രശ്നങ്ങളുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൈകുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ദുരിതമുണ്ടായ ഉടനെ തന്നെ താൽക്കാലിക പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കിയ സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥിരമായ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മന്ദഗതിയിലായി. ദുരിതബാധിതർക്ക് താമസിക്കാൻ കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചത് അടുത്തിടെ മാത്രമാണ്.